ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരുന്നു. വാദത്തിനിടെ മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാനും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും തമ്മിൽ തർക്കം. സോളിസിറ്റർ ജനറലിന് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നു രാജീവ് ധവാൻ. നാളെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം അവസാനിക്കുകയാണെങ്കിൽ തങ്ങളുടെ അധ്വാനത്തിന് എന്ത് സംഭവിക്കുമെന്ന് രാജീവ് ധവാൻ ചോദിച്ചു. അച്യുതൻ വിവരങ്ങൾ. അച്യുതൻ, അസാധാരണമായ വാക്പോരാണത് കോടതിക്കുള്ളിൽ. എന്താണ് ഉണ്ടായത്? എന്താണ് രാജീവ് ധവാന്റെ പരിഭവം? അച്യുതൻ. ഹാഷ്മി, ഇന്ന് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ കോടതി നടപടികൾ ആരംഭിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാനും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും തമ്മിൽ ഒരു തർക്കം ഉണ്ടായത്. അതായത് ഈ കേന്ദ്ര സർക്കാരിന് വാദം ഉന്നയിക്കാൻ ആദ്യ അവസരം നൽകിയതിനെ ചൊല്ലിയാണ് ഈ തർക്കത്തിന്റെ ആരംഭം. അതിൽ പറഞ്ഞത് ഈ സോളിസിറ്റർ ജനറലിന്റെ വാദം നീണ്ടുപോയി കഴിഞ്ഞാൽ തങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ കഠിനാധ്വാനം, ഈ വാദം ഉന്നയിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കഠിനാധ്വാനം അതെന്ത് ചെയ്യും, അത് വിഫലമാകില്ലേ എന്നൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് രാജീവ് ധവാൻ ഒരു കാര്യം കോടതിയെ അറിയിക്കുകയുണ്ടായി. അതേസമയത്ത് സോളിസിറ്റർ ജനറൽ അതിനെ എതിർത്തെങ്കിലും ഉടൻ തന്നെ രാജീവ് ധവാൻ പറഞ്ഞത് താങ്കൾക്ക് തുടർച്ചയായി തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു ശീലമുണ്ട് എന്ന് സോളിസിറ്റർ ജനറലിനോട് രാജീവ് ധവാൻ പറഞ്ഞു. എന്നാൽ നിശബ്ദതയാണ് തന്റെ പ്രതികരണമെന്ന് സോളിസിറ്റർ ജനറൽ മറുപടിയും നൽകി. എന്തായാലും ഒടുവിൽ ഈ തർക്കം ഉടലെടുത്തപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് എല്ലാവരും ചുരുങ്ങിയ വാക്കുകളാൽ വാദങ്ങൾ പൂർത്തിയാക്കണം, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, അങ്ങനെ വാദങ്ങൾ പൂർത്തിയാക്കണമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ആ സമയക്രമം പാലിച്ചുകൊണ്ട് വാദം പൂർത്തിയാക്കണമെന്ന കാര്യം അറിയിച്ചു. പുനഃപരിശോധന എതിർക്കുന്നവരിൽ ആദ്യം വാദിക്കാൻ അവസരം നൽകണം. അതായത് കേന്ദ്രത്തിന്റെ വാദം കഴിഞ്ഞാൽ പിന്നീട് സീനിയോറിറ്റി നിലയിൽ വാദങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകും എന്ന കാര്യവും ഇന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.